ഒന്ന്. രണ്ടാമത്, ജൂനിയർ ജേർണലിസ്റ്റുകളെ ഞാൻ പരമാവധി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം നമ്മളുടെ ഒരു കാലം അവസാനിക്കും. നമ്മളുടെ കാലം നമ്മളോടുകൂടി അവസാനിക്കണം എന്ന് തോന്നാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്ട്സ് നമ്മളെക്കാളും മിടുക്കന്മാരായിട്ട് വരുമ്പോൾ അവരെന്നും നമ്മളെ ഓർക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ 2-3 കാര്യങ്ങൾ ഒന്ന് ചന്ദ്രയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, വനിതാ ജേർണലിസ്റ്റുകൾക്ക് പരിഗണന കൊടുത്തു. പിന്നെ പുതുതായിട്ട് വരുന്ന ജേർണലിസ്റ്റുകൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച അവസരങ്ങൾ കൊടുത്തു. മറ്റൊന്ന്, കുറേയും കൂടി സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും സമുദായത്തിനകത്തുള്ള സ്പർദ്ധയും കുറയ്ക്കാൻ വേണ്ടി പല നടപടികളും ഒരു പക്ഷേ പബ്ലിക് അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നമ്മളിവിടുന്ന് ഒഴിവായി പോകുന്ന സംഗതി അവരറിയുന്നുണ്ടാവില്ല ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ എനിക്ക് അവിടെ ചെയ്യാൻ ചീഫ് എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ പത്രം കുറേയൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എല്ലാ ആളുകളും പറയുന്നു. പിന്നെ പാർട്ടി പത്രത്തിൻ്റെ ചില ലിമിറ്റേഷൻസ് എന്ത് പറഞ്ഞാലും ഉണ്ടാവും. നമ്മൾ സഹിച്ചേ പറ്റൂ. നമുക്ക് 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ സഹിച്ച് അതൊക്കെ അവിടെ നിൽക്കുക, അതല്ലേ വേണ്ടെന്ന് വെച്ച് പോരുക. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനായി അത് വേണ്ടത്. ഏതായാലും വളരെ ഒട്ടേറെ അനുഭവങ്ങൾ, ഒരു 17 വർഷത്തോളം നിയമസഭ റിപ്പോർട്ട് ചെയ്യാനുള്ള അസുലഭമായിട്ടുള്ള ഭാഗ്യം, പത്രത്തിൻ്റെ പത്രപ്രവർത്തകൻ, ഒരു റിപ്പോർട്ടർ മുതൽ ചീഫ് എഡിറ്റർ വരെ എത്തി നിൽക്കുന്ന ഒരു പത്രപ്രവർത്തന ചരിത്രം, ഒരു കേരളത്തിൻ്റെ മാധ്യമ ചരിത്രം എഴുതുകയാണെങ്കിൽ തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട പേരായി മാറുകയാണ് ടി പി ചെറുപ്പ. താങ്കളുടെ അഭിപ്രായം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന്, പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചതിന് വളരെയേറെ നന്ദി. നമസ്കാരം. താങ്ക് യു രാകേഷ്.